ഹലോ, ഇന്ന് നമുക്ക് നല്ല കിടിലൻ ടേസ്റ്റിൽ മക്രോണി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് മക്രോണി വേവിക്കാനായിട്ട് വെക്കാം. ഒരു പാത്രത്തിലേക്ക് വെള്ളം ചൂടാക്കി അതിലേക്ക് 2 കപ്പ് മക്രോണി വേവിക്കാനായിട്ട് വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇത് സ്റ്റിക്കി ആവാതിരിക്കാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇത് കുക്കാവുന്ന ടൈമിൽ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ബോൺലെസ് ചിക്കൻ പീസസിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ പീസൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിനി മസാല റെഡിയാക്കാം. അതിനായിട്ട് ഈ സെയിം പാനിലേക്ക് തന്നെ കുറച്ചുകൂടി ബട്ടർ ആഡ് ചെയ്ത് അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ഫുൾ ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ വെജീസ് ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഓവർ വഴണ്ട് പോവാതെ ക്രഞ്ചി ആയിട്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് മാത്രം എടുത്താൽ മതി. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സോയാ സോസും ചില്ലി സോസും അതുപോലെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. സോസും വെജീസൊക്കെ അത്യാവശ്യം മിക്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ചിക്കനും വെജീസും സോസും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള മക്രോണി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മക്രോണി കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ചിക്കനും സോസും വെജീസും ഒക്കെ മക്രോണിയായിട്ട് നന്നായിട്ട് കമ്പൈൻ ആയിട്ട് വരണം. അതുവരെ മിക്സ് ആക്കി എടുക്കാം. എല്ലാം കമ്പൈൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മക്രോണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വെജീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഈ റെസിപ്പി തയ്യാറാക്കി നോക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ദ വുഡൻ സ്പൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്.